സംസ്ഥാനത്തെ ഭരണനിർവഹണം ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മലപ്പുറത്ത് മിന്നലേറ്റ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ദുരന്തബാധിതരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം അനുവദിച്ചു. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? സർക്കാർ അധികാരത്തിലേറാൻ വൈകുന്നത് കാരണം വലിയ തോതിലൊരു ഭരണസമ്പന്നം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വകുപ്പുകളുടെയൊക്കെ പ്രവർത്തനം താളം തെറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നു. സംസ്ഥാനത്ത് മഴക്കെടുതി അടക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരിക്കുന്നത്. ആ യോഗം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് മലപ്പുറത്ത് 4 കുട്ടികൾ മിന്നലേറ്റ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഈ ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എക്സ്ഗ്രേഷ്യ ഫണ്ടിൽ നിന്നായിരിക്കും ഈ തുക നൽകുക എന്നുള്ളതാണ് യോഗം എടുത്തിരിക്കുന്ന തീരുമാനം. മറ്റൊന്ന്, LPGക്ക് വലിയ തോതിലുള്ള ക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിൽ LPGയിൽ നിന്നും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക്, ആ സംവിധാനത്തിലേക്ക് മാറുന്നതിൻ്റെ സാധ്യതകൾ, അത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് PNGയുടെ ലഭ്യത അത് എത്രയും വേഗത്തിൽ ഉറപ്പാക്കുക എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുകയും തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ ജില്ലയ്ക്കും ഓരോ കോടി രൂപ വീതമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാത് സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധനകളും പാഠപുസ്തകങ്ങളുടെ ലഭ്യത അടക്കം ഉറപ്പാക്കുന്നതിനും പാഠപുസ്തകങ്ങൾ കൃത്യമായ രീതിയിൽ സ്കൂളുകളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർമാർക്കും ചീഫ് സെക്രട്ടറി നൽകിയിട്ടുണ്ട്. ഷമ്മി. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.